എന്തൊരു സുഖം. ഇന്നലെ മെയ് 26 ഞായറാഴ്ച ലോകത്തിലെ, ക്ഷമിക്കണം, ഇന്ത്യയിലെ ജോലിയുള്ള എല്ലാ യുവതീ യുവാക്കന്മാർക്കും വേനലിൽ പെയ്ത് കിട്ടുന്ന മഴ പോലെ ഒരു ദിവസമാണ് ഞായറാഴ്ച. എൻ്റെ ജീവിതത്തിൽ ആ മഴ ഇന്നലെ ഒരു പേമാരിയായിരുന്നു. ഇന്ന് ആ പേമാരി തുടരുമോ, അതോ കോർപ്പറേഷൻ പൈപ്പിലെ വെള്ളം പോലെ എന്നേക്കുമായി നിലയ്ക്കുമോ അറിയില്ല. അയ്യോ, പത്രമല്ലേ? ദൈവമേ, ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു വാർത്തയില്ലേടേ? ഒരു ന്യൂ ജനറേഷൻ. കമിതാക്കൾ ഒളിച്ചോടി. 2 വർഷത്തിലായ പ്രണയത്തിലായിരുന്നു കമിതാക്കൾ ഒളിച്ചോടി. അലിയ അയ്യേ, അതിരിക്കട്ടെ, എന്താ ഇവിടെ? വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, ഇങ്ങ് പോന്നു. നന്നായി. ഒളിച്ചോടി വന്നതാ. ഓടാൻ പോവാൻ വന്നതാന്ന്. ശരിയല്ലേ? അങ്ങനെ എനിക്കൊരു ഐഡിയ കിട്ടി. ഒരു സെക്കൻഡ്. അയ്യോ, എന്താടാ? ഓ, പുറകിന്ന് വന്ന് പേടിപ്പിക്കാതടാ പിശാചേ. അളിയാ, അകത്ത് അമ്മയുണ്ട്. നീ അവളെ വിളിച്ചോണ്ട് പതുക്കെ ആ കാറിന് പുറകോട്ട് കേട്ടോ. ഞാൻ ഇപ്പൊ വരാം. ഓക്കെ. അവന്റെ ഒരു കണ്ണാടി, അവളുടെ ഒരു ഇളി. കേറ് കേറ്. സ്ഥിരം പ്രണയകഥയിൽ എന്ന പോലെ അവർ എപ്പോഴും സ്വപ്നലോകത്തിലായിരുന്നു. എൻ്റെ അവസ്ഥയോ ഏതാണ്ട് ഇരട്ട കുട്ടികളുടെ അച്ഛനിലെ ശ്രീനിവാസൻ്റെ. എന്തിനാ ഇപ്പം ഇങ്ങനെ കണ്ണാടി? ഇത് വേണ്ട. ഓക്കെ, വേണ്ട വേണ്ട, നിന്റെ ഇഷ്ടം. പക്ഷേ ഒറ്റയ്ക്കൊരു ശ്രീനിവാസനാവാൻ ഞാനില്ല. ഹലോ, എവിടെയാടാ? വീട്ടിലാടാ. പുറത്തോട്ട് ഇറങ്ങിക്ക്. എന്തിനാടാ? പറയുന്നേ കേക്കടാ. ദൈവാനുഗ്രഹം നമ്മളെ ഒന്നിപ്പിച്ചേ. പിന്നെ ഇവനെ പോലുള്ള ഫ്രണ്ട്സ്. ചുമ്മാ ഇരിയടേ. തെണ്ടി. എന്നാ നീ വാ ഇങ്ങോട്ട്. വാടാ, ഒരു സംഭവത്തോണ്ട് നീ വാ. അവന്റെ ഒടുക്കത്തെ ഒരു ശൃംഗാരം. നീ വേഗം ഇങ്ങോട്ട് കയറി വാടാ. നീ എന്നെ അകട്ടം കയറണോ? എന്നാ എന്നാടാ? വാറൊന്ന് പറയടാ. അപ്പൊ പോലെ എങ്ങോട്ട്? ഞാൻ പോവാ. തിങ്കൾ കുടം നിറയെ പൊങ്കൽ കുളിർനിലാവ് ചിന്തും വസന്തരാവേ
ബായ് ഇവിടെ ഒഴിഞ്ഞ പ്ലേസ് വല്ലതും ഉണ്ടോ ബായ്? എന്താ വല്ല വെള്ളോടി സെറ്റപ്പ് ആണോ? അല്ല ബായ്, ഇത്ര രാവിലെ തന്നെ ആരെങ്കിലും വെള്ളം അടിക്കും ബായ്? നേരവും കാലം നോക്കി കുടിക്കാൻ ഇത് ചായയും കാപ്പിയൊന്നും അല്ലല്ലോ. ബായ് എടുക്കടാ വണ്ടി. തൂറി അല്ലിച്ചെല്ലക്കണ്ണി കണ്ണങ്ങൾ ചായം കൂട്ടി തളിരിടമിഴിയുടെ ലഹരിയിൽ ഇനി അലിയാ. ഡാ ഡാ എന്താടാ? എന്തിയാടാ? ആ അവിടെ കാണാൻ കാണും, നോക്ക്. എവിടെ? നോക്കടാ, അവിടെ എവിടെയെങ്കിലും കാണും. ഓ കിട്ടിയാളിയാ. കിട്ടിയപ്പോ അവന്റെ സന്തോഷം കണ്ടില്ലേ? അല്ലെങ്കിലും ഈ പ്യുവർ ലവ് സ്റ്റോറി എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞ വാക്കിന് വിലയോ ചെയ്യുന്ന പ്രവർത്തികൾക്ക് പരിധിയോ കാണില്ല. അന്നാണ് അവളത് അവനോട് പറഞ്ഞത്. എന്തായി തീരുമാനം? ഇഷ്ടമാണ് എനിക്ക് നിന്നെ. പക്ഷേ നമ്മൾ ഒന്നിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടുകാരുടെ സമ്മതം വേണം. ഓക്കെ, നിന്റെ ഇഷ്ടം. ഗേൾസിന്റെ സ്ഥിരം ഡയലോഗ്. ഇത്തവണയെങ്കിലും ഇത്തവണയെങ്കിലും ഇവളൊക്കെ ഇത് മാറ്റി പറയുന്നു വിചാരിച്ചു. വെള്ളമുണ്ടോ? വെള്ളമുണ്ടോ? എന്തിനാ? വെള്ളമുണ്ടല്ല, വെള്ളം, വാട്ടർ, H2O. ഉണ്ടായിരുന്ന വെള്ളോ ആണ്ട് അവൻ ആ കാട്ടിലോട്ട് എടുത്തോണ്ട് പോയത്. എങ്ങോട്ട്? ദാണ്ട്രാ അവിടെ അവിടെ അവിടെ. ഇതിനായിരുന്നോ ഇവൻ ഒഴിഞ്ഞ സ്ഥലം വേണമെന്ന് പറഞ്ഞത്? ഒരു ഭാരം ഇറക്കി വെച്ചപ്പോൾ എന്തൊരാശ്വാസം. അയ്യേ, ആകെ ഇതിനകത്ത് പകുതി വെള്ളം ഉള്ളായിരുന്നു. അതിന്റെ പകുതി നീ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. നീ എന്തിനാടാ പോയത്? അളിയാ വെള്ളം അമൂല്യമാണ്, അത് പാഴാക്കണം. അതിപ്പോ ഈ കാര്യത്തിനായി കേട്ടല്ലോ. ഓഹോ, വൃത്തികെട്ടവൻ. ഞാനിപ്പോൾ വൃത്തിയായിട്ടാ വീട്ടുകാരറിയാതെ ഒരു പെണ്ണിനെ വിളിച്ചോണമെന്ന് നാണമില്ലാതെ ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന നിന്നെ ഞാനപ്പോൾ എന്ത് വിളിക്കും? പറയടാ, വൃത്തിയുള്ളവനെ എന്നോ? എന്താടാ? ഡാ അവന് പറ്റിപ്പോയി. നമ്മളൊക്കെ അല്ലേ ഉള്ളൂ അവന്. പോട്ടടാ. ഒരു വഴിയുണ്ട്. ഹലോ, പറയട്ടെ? ആ പറയടി. എടാ, നമുക്ക് അവളെ അവളുടെ വീട്ടിൽ കൊണ്ടുവിട്ടാലോ? എന്തുവാടാ ഇത്? ഒരുമാതിരി ചരിത്രം നാടാൻ പോലെ. അളി, ഐ ആം സീരിയസ്. ഫോൺ. ഒരു മിനിറ്റ്. ഓ ശരി ശരി. ഇവനൊക്കെ വിളിക്കാൻ കണ്ട നേരം. അളിയ, അവനെന്താടാ അവിടെ പോയിരിക്കുന്നത്? എന്നാ പറ്റി? എനിക്കങ്ങ് അറിയാൻ മേല. ഓ, എന്താ അളിയ, വീണ്ടും പ്രശ്നമാവോ? വെള്ളം വേണോ? അതല്ലടാ, പിന്നെ ഞാൻ അവരെ പറ്റി ആലോചിക്കുമായിരുന്നു. ഓ, എന്തായാലും ഇവർക്ക് ഇനി വീട്ടിൽ പോകാൻ പറ്റില്ല. അതിനിപ്പോ
എന്തെങ്കിലും ചെയ്യണം. നമുക്കൊരു രജിസ്റ്ററിന് ശ്രമിച്ചാലോ? അതിനിപ്പോ 10-15 ദിവസം താമസം വരത്തില്ല. അയ്യോ അതിനിപ്പോ എന്താ ചെയ്യാ? എടേ എന്തോന്നേലും ഒക്കെ പറയടേ. എൻ്റെ വീട്ടിൽ സമ്മതിക്കൂല. അപ്പൊ നിന്റെ ഓടി എന്റെ വീട്ടുകാർ സമ്മതിക്കും. പക്ഷേ ഇവനെ മറക്കണോന്ന് പറയും. അച്ചു ഇവളെ എവിടുന്ന് കിട്ടിയടാ നിനക്ക്? ഞങ്ങൾ നിങ്ങൾക്ക് പ്രശ്നമായില്ലേ? എന്ത് പ്രശ്നമാടാ നിങ്ങൾക്ക്? അതല്ലടാ, ഗുണത്തിനായാലും ദോഷത്തിനായാലും ഒന്നിച്ച് നിൽക്കുമ്പോഴല്ലാണ് സൗഹൃദം ഉണ്ടാവും. അതല്ലേടാ അതിൻ്റെ ശരി. അളിയ അച്ചു ഇവിടെ വന്നിരിക്കുക. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ബിസ്ക്കറ്റ് കൊണ്ട് ഒളിച്ചോടുന്ന കാമുകി. അനുഭവിച്ചോടാ, നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ഇതൊന്നും വേണ്ട വേണ്ടാന്ന്. അനുഭവിക്കടാ, അനുഭവിക്ക്, കൂടെ ഞങ്ങളും. എൻ്റെ ഒരു കസിൻ്റെ വീടുണ്ട്, അവരേതാണ്ട് ഈ ലൈനാ. അതിനാ ഇവരെ ആ 15 ദിവസം ഞങ്ങൾക്ക് അവിടെ നിൽക്കാന്നല്ലേ? അല്ലേ? അതെ അതെ. താമസിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ രണ്ടിൻ്റെ സന്തോഷം കണ്ടില്ലേ? അയ്യടാ. എങ്ങനെയാടാ ഇതിനൊക്കെ നന്ദി പറയുന്നത്? നന്ദിയോ? എന്തിനാടാ? താങ്ക്സ് ഒന്നും വേണ്ട, അതൊക്കെ നീ വെച്ചോ കേട്ടാ. 10-15 ദിവസമുണ്ട് ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ, കുറേ മുറികളുള്ള വീട്. ഓർമ്മയുണ്ടല്ലോ? മര്യാദയ്ക്ക് രണ്ടും കൂടെ അവിടെ ഇരുന്നോണം. പിന്നെ 10 മാസം കഴിയുമ്പോൾ പേരെടുക്കാനും കൂടെ ഞങ്ങളെ വിളിച്ചേക്കരുത് കേട്ടല്ലോ. ഞാൻ അവരെ ഒന്ന് വിളിക്കട്ടെ. ആര്? എൻ്റെ കസിനെയാടാ. ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. എന്തൊക്കെ കാണണം. എന്തായി? അത് റെഡിയായി, അവർക്ക് പ്രശ്നമൊന്നുമില്ല. നീ വന്നേ, വാ. 19 കിലോമീറ്റർ ഓടേണ്ടതാ. വണ്ടിയിലാണെങ്കിൽ പെട്രോളും കുറവാണ്. നിന്റെ കൈ കാശ് വല്ലതും കാണുമോ? രാവിലെ പല്ലും തേച്ചോണ്ടിരുന്ന എന്നെയും വിളിച്ചോണ്ട് വന്നിട്ട് കാശുണ്ടോന്ന്. ഒരു കൂറയില്ലാതാണ് പ്രേമിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്നിരിക്കുന്നു. ഒന്ന് പോടാപ്പ. വെറും വയറ്റിൽ അവൻ്റെ വായിലിരിക്കുന്ന മുഴുവൻ കേൾക്കുകയും ചെയ്തു. എന്താ ചെയ്യുന്നത്? ഡാ ക്യാഷൊക്കെ ദേ റെഡിയാ. എവിടെ? ലോ ലവിഡ്. ഓ ഓ ഓ ഓ കാശുണ്ടല്ലേ? എന്നാ പിന്നെ പോവല്ലേ? ഇപ്പോഴെന്താ ഇപ്പൊ വിളിക്കുന്നത്? എന്താടി? കഴിഞ്ഞ ആഴ്ച വന്ന അലയൻസ് വീട്ടുകാർ ഉറപ്പിച്ചു. അടുത്ത ഞായറാഴ്ച നിശ്ചയം. എനിക്കിവിടെ പറ്റുന്നില്ല. അതിന് ഞാൻ നിന്റെ വീട്ടിലോട്ട് വരുവാ. വീട്ടിലോട്ടോ? ഹലോ ഹലോ, എന്നാടാ? അവളെന്തേടാ? അവളിവിടെ താഴെയുണ്ട്. മച്ചാനെ, ആ രാഹുലും കാവ്യയും കൂടെ രാവിലെ എൻ്റെ വീട്ടിലേക്ക് വന്നത്.
അടുത്ത പണിയായിട്ട് വരുന്നുണ്ടല്ലോ. എന്താടാ ഇത്? ഉം, ഉം, ഉം. നിനക്കൊന്നും പറയാനില്ലേ? എൻ്റെ ലൈഫ് അത് ഇവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. എങ്കിലും കൊച്ചേ നീ, ഞാൻ പോരാം. അയ്യോ, അവനിനി വരുമോ എന്തോ. ഇതിനെങ്കിലും എനിക്കിതിരി മേനയ്ക്കും വൃത്തിക്കും പോകണം. എന്നാ പോവല്ലേ, വാ. നീ അവളെ വിളിച്ചോണ്ട് അവൻ്റെ അടുക്കലോട്ടല്ലേ എന്ന്. ഇനി ഞാൻ ഇവരെയും വിളിച്ചോണ്ട് നിന്റെ അടുക്കലോട്ട് വരിക. ഇങ്ങോട്ടോ? Behind every successful love story, there is a friend or friends. Pranav and friends signing off from this film, Ingilum Kocheni.